പ്രതീക്ഷകൾ മങ്ങിയിടത്തു നിന്നാണ് സുകൃതി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഡീഷയിലേക്ക് മടങ്ങുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ സുകൃതിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ: നന്ദി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ തലേ ദിവസമാണ് ഡോക്ടർ സ്വദീൻ പാണ്ഡെ, ഡോക്ടർ ബിഷ്ണു പ്രസാദ് ചിന്നാര, ഭാര്യ പ്രിയദർശിനി പോൾ എന്നിവർക്കൊപ്പം സുകൃതി വയനാട്ടിലെത്തിയത്. ഒഴുകിയെത്തിയ മലവെള്ളം ഇവർ താമസിച്ച റിസോർട്ട് ഉൾപ്പെടെ തുടച്ചു നീക്കിയപ്പോൾ സുകൃതിയും പ്രിയദർശിനിയും മാത്രം രക്ഷപ്പെട്ടു. ശ്വാസകോശത്തിൽ വെള്ളവും ചെളിയും നിറഞ്ഞും കാലിൽ പരിക്കുകളുമായി അതീവ ഗുരുതരാവസ്ഥയിലാണ് സുകൃതി മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. ആദ്യത്തെ 6 ദിവസം വെന്റിലേറ്ററിൽ, പിന്നീട് ICUവിൽ. ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയുമെല്ലാം സ്നേഹത്തണലിൽ ജീവിതം തിരികെ പിടിച്ച സന്തോഷത്തിലാണ് സുകൃതി. ഇപ്പോൾ വാക്കർ ഉപയോഗിച്ച് നടക്കാനാകും. നടക്കാനുള്ള റീഹാബിലിറ്റേഷൻ വേണം. അതിൻ്റെ മറ്റേ കാലിലുണ്ടായിരുന്ന ഇടതുകാലിലുണ്ടായിരുന്ന മുറിവും ഏകദേശം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരെ സന്തോഷവതിയായാണ് തിരിച്ചു പോകുന്നത്. ഡോക്ടർ ബിഷ്ണു പ്രസാദിന്റെ മരണവും കാണാമറയത്തായ ഡോക്ടർ സ്വദീൻ പാണ്ഡെയും സുകൃതിയുടെ വേദനകളാണ്. MD ജനറൽ മെഡിസിൻ വിദ്യാർത്ഥിയായ സുകൃതി പഠനം പൂർത്തിയാക്കണമെന്ന ആഗ്രഹവുമായാണ് മടങ്ങുന്നത്. ഒരു സ്നേഹവാഗ്ദാനം കൂടി നൽകിയാണ് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് അധികൃതർ സുകൃതിയെ യാത്രയാക്കിയത്. അപ്പം ഞങ്ങളിവിടെ ഡോക്ടറെ ഞങ്ങളിങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർക്ക് ഒരു പോസ്റ്റ് ഞങ്ങളിവിടെ വേക്കൻസി അതിനു വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നുണ്ട്. അവർ അത് വരാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.